അപ്പോൾ ഇത് ഞാനൊരു ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തെടുത്തൊരു ക്രാഡിൽ സെറ്റാണ് കേട്ടോ. ഇതിലുള്ള ഈ ഫീഡിങ് പില്ലോൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാനിതിൽ കാണിക്കുന്ന ഒരു ചെറിയ മെഷർമെൻറ്റ് ചാർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ആർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ചാർട്ട് വെച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി നമുക്കിതാ ഇതുപോലത്തെ ഒരു ചാർട്ട് പേപ്പറാണ് ആവശ്യം. ഇതിലാണ് നമ്മൾ ആദ്യം ഈ മെഷർമെൻറ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരച്ചെടുക്കുന്നത്. അതിനുശേഷം അത് വെച്ചാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തതാ ഇവിടെ നിന്ന് അടിയിലൊരു 70 സെൻറ്റിമീറ്ററിലൊരു നീളത്തിലൊരു ലൈന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഈ സ്കെയിലിൻ്റെ നീളം എന്ന് വെച്ചാൽ 60 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞൊരു അടിക്കൊരു 10 സെൻറ്റിമീറ്ററും കൂടി ഞാൻ ഈ ഭാഗത്ത് ഇതിനോട് ചേർത്ത് തന്നെ കൂടെ ഒരു 10 സെൻറ്റിമീറ്ററും കൂടി, അങ്ങനെ ടോട്ടൽ ഒരു 70 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഈ 70 സെൻറ്റിമീറ്ററിൽ വരച്ച ഈ ലൈനിൽ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 30 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ട. അപ്പോൾ മുകളിൽ 30ഉം താഴെ ഒരു 40ഉം ആയിട്ട് 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ 5 സെൻറ്റിമീറ്ററിലും ഇതുപോലെ ഒരു ചെറിയ പോയിൻ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി 70ലും 5 സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഓരോ പോയിന്റിലും ഇതുപോലെ നീളത്തിൽ കുറച്ച് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഫസ്റ്റ് ലൈനിലായിട്ട് ഞാനൊരു 9 സെൻറ്റിമീറ്ററാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. ഇതേപോലെ ഓരോ 5 സെൻറ്റിമീറ്ററിലും ഞാനിങ്ങനെ നീളത്തിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലായിട്ട് ഒരു 25 സെൻറ്റിമീറ്ററാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ എല്ലാ ലെയറിലും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഓരോ ലൈനിലും അടയാളപ്പെടുത്തുന്ന നീളത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ 30ൽ ഒരു അടയാളം ഇട്ട് കൊടുത്തില്ലേ, അവിടെ എത്തുമ്പോൾ 2 പോയിൻ്റ് അടയാളപ്പെടുത്തണം കേട്ടോ. നമ്മൾ ആ നീളത്തിലുള്ള ലൈനും അത് കൂടാതെ ഇതിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു പോയിൻറ്റും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതാ ഞാൻ 4 സെൻറ്റിമീറ്ററിൽ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് നീളം 37 സെൻറ്റിമീറ്ററാണുള്ളത്. അതിൻ്റെ തൊട്ടതായ 37 സെൻറ്റിമീറ്റർ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു 10 സെൻറ്റിമീറ്റർ, അങ്ങനെ 30 തൊട്ട് താഴേക്കുള്ള എല്ലാ ലൈനിലും 2 പോയിൻ്റ് വീതം അങ്ങനെ അടയാളപ്പെടുത്തണം കേട്ടോ. ഈ ഒരു ഭാഗത്തും പിന്നെ ലാസ്റ്റായിട്ടും അങ്ങനെ 2 പോയിൻ്റ് വീതം വെച്ചാണ് അടിയിൽ വരെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്.
അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ അടിയത്തെ ലൈൻ വരെയുള്ള എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 ലൈനുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ലൈൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ പോയിന്റുകൾ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ ആ അറ്റത്തുള്ള ലൈൻ ഉണ്ടല്ലേ നമ്മൾ വലിയ വരച്ചേ അതും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓരോ പോയിന്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇത് ഈ അടിയിൽ വരെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി ഈ പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഈ വരച്ചെടുത്ത ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ഈ റൗണ്ടിൽ നമ്മൾ ആ പോയിന്റുകൾ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചില്ലേ, ആ ഭാഗത്തൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പറിലുള്ള അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എപ്പോൾ ഈ ഫീഡിംഗ് പില്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഇത് വെച്ചുകൊണ്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 കളറിലുള്ള തുണി വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. രണ്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തേക്കാണ്. അടിയിൽ വൈറ്റും മേലെ ഈ ബ്ലൂ ആയിട്ട് 2 തുണി ഒരേ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തേക്കാണ്. ആ മടക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഈ പേപ്പറിൻ്റെ ഈ ഒരു അറ്റം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒന്ന് പിൻ ചെയ്തെടുത്തൊന്ന് വരച്ചെടുക്കണം. ആ പേപ്പറിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവിന് വേണ്ടി വരച്ചെടുത്ത് ഈ ചാർട്ട് പേപ്പറിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഇതിൽ വരച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ആ 1 ഇഞ്ച് എല്ലാ ഭാഗത്തും കൂട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മൾ ഈ വരച്ചെടുത്ത ഭാഗം ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തുണി മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഇത് നീർത്തി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കർവ് രീതിയിൽ ഒരു ഫീഡിംഗ് പില്ലോൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഈ 2 പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്ത് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടില്ലേ, ആ ഭാഗം വിട്ടിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം നമുക്ക് ഒഴിച്ചിടണം കേട്ടോ. നമുക്ക് അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇവിടെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടാൽ മതി. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഈ കോട്ടൺ നിറച്ച് കൊടുക്കാനാണ് ആ ഒരു ഭാഗം ഒഴിവാക്കിയിടുന്നത്. ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഇത് മറിച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ഈ കട്ടിങ് തയ്യൽ തുമ്പിൽ തട്ടാതെ വേണട്ടെ ഈ കട്ടിങ് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ആ ക്യാപ്പ് ഇട്ടില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചാർട്ട് ഒന്ന് കറക്റ്റായിട്ട് വരച്ച് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ തയ്യൽ അറിയണ ഏതൊരാൾക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് ഈ ഫീഡിംഗ് പില്ലോ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിപ്പോൾ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ക്യാപ്പിലൂടെ വേണം നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതിലൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തുകൊണ്ട് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഫുള്ളായിട്ട് കോട്ടൺ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് 1 കിലോ കൈ സൂചി കൊണ്ട് തുന്നി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഈ 2 അറ്റത്തും ഞാൻ ഓരോ വള്ളി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ ബാക്കിൽ കെട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ വള്ളി വെച്ച് കെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് ആവശ്യമുള്ളവരെല്ലാവരും പുറത്തുനിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.